മാധവ്, ഇവിടെ ഈ നാഷണൽ ഹൈവേ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പരാമർശിച്ച് പോകേണ്ടതുണ്ട് ഈ മേൽപ്പാലം പണിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം ഞാൻ ഗൗരവപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ്. കാരണം ദിനം പ്രതി 40,000-ത്തിലധികം വാഹനങ്ങൾ പോകുന്നുണ്ട്, 50 ലക്ഷത്തിലധികം രൂപ അവിടുന്ന് പിരിഞ്ഞു കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 31-നുള്ളിൽ അവിടുന്ന് മൊത്തം പിരിച്ചെടുത്ത തുക 1,500 കോടിയിലധികം രൂപയുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ആ പാലിയേറ്റീവിലെ ടോൾ പ്ലാസ മുന്നോട്ട് പോകുന്നത്. അത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അതിൻ്റെ നടത്തിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവരെ സംബന്ധിച്ച് അതിഗുരുതരമായ ആരോപണങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഉന്നയിച്ചിട്ടുള്ളത്. കാരണം അവർ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ പല നിബന്ധനകളും നോംസുകളും പാലിക്കാതെ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരൊരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല, അവർ കൃത്യസമയത്ത് മെയിൻ്റനൻസ് നടത്തുന്നില്ല, ഒരു തരത്തിലും ഈ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടുണ്ടാക്കിയ അഗ്രിമെൻറ്റിലെ ധാരണകൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് 2,200 കോടിയിലധികം രൂപ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് നാഷണൽ ഹൈവേ അതോറിറ്റി പിഴയായി ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്പനി ആർബിട്രേഷന് വേണ്ടി പോയി. ആ ആർബിട്രേഷനിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു കക്ഷിയാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് ആ കേസിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് NHAIക്കെതിരെ 3,900 കോടിയിലധികം രൂപ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾക്ക് കോമ്പൻസേഷനായി വേണം എന്ന് പറഞ്ഞ കേസിൻ്റെ കാര്യത്തിൽ NHAയുടെ കൂടെ നിൽക്കാതെ മൗനം പാലിക്കുകയും ചെയ്യുന്ന ദുരൂഹമായൊരു സാഹചര്യം ഈ വിഷയത്തിൽ നമുക്ക് മുന്നിലുണ്ട്. അതിപ്പോൾ ഈ മേൽപ്പാലം അല്ലെങ്കിൽ അണ്ടർപാസ് പണി തുടങ്ങിയിട്ടുണ്ടായ ഗതാഗത കുരുക്കിനൊക്കെ മുമ്പുള്ള വളരെ കൃത്യമായ ചില ഗൂഢാലോചനകളും ചില ലേനാദേന ഇടപാടുകളുമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ അണ്ടർപാസ് 5 സ്ഥലത്ത് പണിയുമ്പോൾ ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ സർവീസ് റോഡൊക്കെ ഒന്ന് നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, അവിടെ ഒരു ഗതാഗതം സാധ്യമാക്കുക എന്നുള്ളത്. അത് സാധ്യമാക്കാതെ വലിയ ഗർത്തങ്ങളാണ് സർവീസ് റോഡിൽ ഉടനീളമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു മരം കയറ്റി പോകുന്ന ലോറി സർവീസ് റോഡിലെ കുഴിയിൽ വീണ് മരം മുഴുവൻ റോഡിലേക്ക് മറിഞ്ഞു വീണ് അവിടെ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ച് അതിഗുരുതരമായ സ്ഥിതിവിശേഷം സംജാതമായത്. അത് കഴിഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ. ഇപ്പോഴും ആ ഗതാഗത കുരുക്കിൻ്റെ വിഷയങ്ങൾ ആ പാതയിൽ ഉടനീളം ഇപ്പോഴും നിഴലിച്ച് നിൽക്കുന്നുണ്ട്. എത്രയോ പേരുടെ മെഡിക്കൽ ആവശ്യങ്ങൾ, അന്തർ സംസ്ഥാന യാത്രകൾ, ഇതെല്ലാം പൊളിഞ്ഞ് പാളീസാവുകയാണ്. തൃശ്ശൂർ മുതൽ എറണാകുളം വരെ പോകാൻ ഇപ്പോൾ 5 മണിക്കൂർ വേണം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ എത്താൻ വേറൊരു 3 മണിക്കൂർ വേണം. ഇത്ര വലിയൊരു നരകമായിട്ട് കേരളത്തിലെ നിരത്തുകൾ മാറുമ്പോൾ ഇങ്ങനെ പലതും ഇല്ലാതെ പോകുന്ന ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മാസങ്ങൾ കാത്തിരിക്കുകയാണ്, അത് കിട്ടാതെ പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ് ജനങ്ങൾക്ക്. അങ്ങ് നേരത്തെ പറഞ്ഞു ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായുള്ള കരാറ് ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ലംഘിച്ചു. എന്നിട്ട് ഇതേ ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ NHA കോടതിയിൽ പോയത് അപ്പീലുമായിട്ട്? അല്ല, ഇവിടെ തീർച്ചയായിട്ടും NHAയുടെ നിലപാടുകൾ സംശയാസ്പദമാണ്. അവർക്ക് പിഴ ചുമത്തുന്നു, അവർ തിരിച്ച് NHAക്കെതിരെ കോമ്പൻസേഷൻ കേസ് കൊടുക്കുന്നു. ഇവരൊക്കെ തമ്മിൽ ഒളിച്ചു കളിക്കുന്ന ഈ ഒരു സ്ഥിതിവിശേഷം അതീവ ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ വളരെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ മലയാളികളെ ഇവർ ഊറ്റിപ്പിഴിഞ്ഞ് ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് പോകുന്ന വളരെ നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കൊടുത്ത ഈ ആർബിട്രേഷൻ കേസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് പിന്മാറി എന്നുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. വിവരാവകാശ രേഖപ്രകാരം നമുക്ക് ലഭിച്ച വിവരമാണ്, ആധികാരികമായ വിവരമാണ്. എന്ത് ചേതോവികാരമാണ് ഈ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും NHAയ്ക്കൊക്കെ ഏതായാലും സാധാരണക്കാരുടെ കാര്യങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതിപത്തിയുമില്ലാത്ത ആളുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം.